ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ എന്താണെന്നല്ലേ, നമ്മൾ ഫ്രാക്ഷൻസ് ആണ് തുടങ്ങുന്ന ഭിന്നസംഖ്യ. എങ്ങനെ നമുക്ക് അനായാസം സിമ്പിളായിട്ട് ഭിന്നസംഖ്യ പഠിക്കാം, ആ ക്ലാസ്സുകളാണ് ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ചാനലിൽ ഒരുപാട് PSC ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കണ്ടന്റുകളും കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, കൂടുള്ള ബെല്ലൈക്കൺ ഒരടി കൊടുത്തേക്കുക. ഒരുപാട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് മാത്സ് ആണ്. മാത്സിന്റെ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരും. നിങ്ങളുടെ ഷെയറും കമന്റ്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ ചെയ്യുക. അതനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരുന്നതായിരിക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഭിന്നസംഖ്യയാണ് എടുക്കാൻ പോകുന്നത്. ഭിന്നസംഖ്യ ഒട്ടുമിക്ക പേർക്കും, നമ്മളൊരു സർവേ നടത്തിയപ്പോൾ ഒട്ടുമിക്ക പേർക്കും ഭിന്നസംഖ്യയിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊന്നും ഭൂരിഭാഗം പേർക്കും അറിയില്ല. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ഇല്ലേ, ഭിന്നസംഖ്യ കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഒക്കെ. ഭിന്നസംഖ്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെ 1/2, 5/6 ഇതൊക്കെ ഒരു ഭിന്നസംഖ്യയാണ്. ഇത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്, പക്ഷെ ഇപ്പം മറന്നുപോയി. പക്ഷേ PSC എന്ന് പറയുന്ന മാത്സിന്റെയും മെന്റബിലിറ്റി ഒക്കെ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ പോകുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ. ഇത് നമ്മൾ പഠിക്കുക. കാര്യം ഒരുപാട് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിച്ച മാത്സിന്റെ കുറേ ടോപ്പിക്കുകളുണ്ടല്ലോ, അതിൽ ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഭിന്നസംഖ്യ, മിക്സ്ഡ് ഫ്രാക്ഷൻ. നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ അടിപൊളിയായിട്ട് ഭിന്നസംഖ്യ പഠിച്ചാൽ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഭിന്നസംഖ്യ തമ്മിൽ കൂട്ടാൻ പഠിക്കണം, കുറയ്ക്കാൻ പഠിക്കണം, ഗുണിക്കാൻ പഠിക്കണം, ഹരിക്കാൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഭിന്നസംഖ്യയുടെ മാത്രം പഠിച്ചാൽ മതി, മറ്റേത് നമുക്ക് പഠിക്കാം, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചോളും. അപ്പോൾ ഭിന്നസംഖ്യ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ഓക്കെ അല്ലേ? കമന്റ് ചെയ്തോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഭിന്നസംഖ്യ കൂട്ടുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് രണ്ട് ഭിന്നസംഖ്യ എങ്ങനെയാ കൂട്ടുന്നതെന്ന് നോക്കിയാലോ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇതാണ് ഞാനൊരു 3 ഭിന്നസംഖ്യ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഭിന്നസംഖ്യ കൂട്ടാനാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് കൂട്ടാൻ നോക്കുകയാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇവിടെ ഉള്ള കാര്യം നിങ്ങൾ നോക്കിയോണം. ഈ ഇങ്ങനെയുള്ള ഭിന്നസംഖ്യ വരുമ്പോൾ ഈ താഴത്തെ സംഖ്യ കണ്ടോ, ഇതും ഛേദം, ഡിനോമിനേറ്റർ അത് തുല്യമാണോ എന്ന് നോക്കുക. ഏതൊരു ഭിന്നസംഖ്യ കൂട്ടാൻ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഇങ്ങനെ പ്ലസ് ഉള്ള ചിഹ്നമാണ് വരുന്നതെങ്കിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സെയിം തുകയാണോ എന്ന് നോക്കുക, സെയിം സംഖ്യ ആണോ എന്ന് നോക്കുക. ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസറിൽ വരുന്ന സംഖ്യയും സെയിം ആയിരിക്കും. ഓക്കെ, ഇതൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇതും തുല്യമാണെങ്കിൽ നമ്മുടെ ആൻസറിൽ വരുന്ന ഡിനോമിനേറ്ററും ആ സെയിം സംഖ്യ ആയിരിക്കും. പിന്നെ എന്താണ് ഈ ചിഹ്നം നോക്കുക, ഇവിടെ 4 ഇവിടെ 1 ആണ്. അത് രണ്ടും കൂടെ കൂട്ടി എഴുതുക, 5. കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആൻസർ. ഇതൊന്ന് നോക്കി, ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കിയേ, 10 അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? അതും 10. ഇവിടെ നോക്കിയേ 8 അല്ലേ, അപ്പോൾ 8. 7 2 9. കണ്ടോ, കഴിഞ്ഞില്ലേ? സംഭവം മനസ്സിലായില്ലേ? എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഡിനോമിനേറ്റർ ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് കൂട്ടാൻ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതിനി 2 സംഖ്യകൾ സാറേ, ഒരു 3-4 സംഖ്യകൾ ഭിന്നസംഖ്യ, ഒരു 3 ഭിന്നസംഖ്യ അല്ലെ 4 ഭിന്നസംഖ്യ ചോദിച്ചാൽ എങ്ങനെയാണ്? അത് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, അടുത്ത ഞാൻ എഴുതിയിരിക്കുന്നത് 3 ഭിന്നസംഖ്യയാണ്. 3 ആണെങ്കിലും 4 ആണെങ്കിലും 5 ആണെങ്കിലും 6 ആണെങ്കിലും എത്ര വേണമെങ്കിലും വന്നോട്ടെ, ട്രെയിൻ പോലൊക്കെ വന്നോട്ടെ. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഒറ്റ കാര്യം മാത്രം അവിടെ ശ്രദ്ധിക്കണം. എന്താ കാര്യം? ഛേദം. ഈ താഴെ എഴുതിയിരിക്കുന്ന സംഖ്യ സെയിം ആണോ? പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ ആൻസറിൽ വരുന്നതും സെയിം സംഖ്യ ആയിരിക്കും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ നടുക്ക് എഴുതിയിരിക്കുന്നതാണ്, ഇതുണ്ടോ ചിഹ്നം ഏതാണ് ശ്രദ്ധിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിഹ്നം പ്ലസ് ആണ്. അപ്പൊ മുകളിലത്തെ സംഖ്യ എല്ലാം അവിടെ കൂട്ടിക്കോ, 5 5 5 10. കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ ചെയ്യും? ഇവിടെ 15 15 15 ഒന്നും നോക്കണ്ട, 15 തന്നെ. ഇനി മുകളിലത്തെ എല്ലാം അവിടെ കൂട്ടിക്കോ, 8 2 10, 10 10 20 1 21. ഇവിടെയോ 8 11. കണ്ടോ എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടിയ. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അയ്യോ ഇത് സെയിം ആയോണ്ട് ഇങ്ങനെ ചെയ്യാം, സാറ് പറഞ്ഞത് എളുപ്പമാണ്, കൊള്ളാലോ സാറ്, അപ്പം വ്യത്യസ്തമായിട്ട് വന്നാൽ എങ്ങനെ ചെയ്യും? അതായിരിക്കും നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത.
ഈ ഛേദം ഡിനോമിനേറ്റർ വ്യത്യസ്തമായിട്ടുള്ള സംഖ്യകൾ വന്നാൽ എങ്ങനെ ചെയ്യും എന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ചോദ്യം. അതല്ലേ ഇപ്പോഴത്തെ ചോദ്യം. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കിയാ അങ്ങോട്ട് വാ. ഓക്കെ, നോക്കിയേ, ഇതാണ്ട് വ്യത്യസ്തമായിട്ടുള്ള സംഖ്യ നിങ്ങൾ ചോദിച്ചതാണ്ട് ഛേദം വ്യത്യസ്തമാണ്. 5 3 വ്യത്യസ്തമാണല്ലോ. മുകളിലും വ്യത്യസ്തമാണ്. 3 5 വ്യത്യസ്തമാണ്. എങ്ങനെ ചെയ്യും സാറേ? ഇങ്ങനെ വരുന്നത് ഇതാണ്ട് നോക്കിക്കോ, ഈ ഛേദം കണ്ടോ, വ്യത്യസ്തമായിട്ടുള്ള ഛേദമാണെങ്കിൽ ഒരു വരി അങ്ങോട്ട് ഇട്ടു. വ്യത്യസ്തമായിട്ടുള്ള ഛേദമാണ്. ഇത് രണ്ടും കൂടെ ആദ്യമേ ഗുണിക്കണം. ഞാൻ വിശദമായിട്ട് ബേസിക് മുതൽ പറയാണ്. അപ്പോൾ ഇത് അറിയാവുന്നവർ കുറച്ച് പേരുണ്ട്, സ്കിപ്പ് ചെയ്തു. പക്ഷേ ഇത് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഇത് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 5 × 3. ഇനി അടുത്ത പരിപാടി എന്താ? അതാണ്ട് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യണം, ക്രോസ് ചെയ്യണം. 3 × 3 ആണ് ഞാൻ എഴുതുകയാണ്. 3 × 3. പിന്നെ ഈ ചിഹ്നം, ഇത് ഏതാ ചിഹ്നം? പ്ലസ്. പിന്നെ ഇത് തിരിച്ച് ക്രോസ് ചെയ്യുന്നു. 5 × 5. കഴിഞ്ഞ ആൻസർ കഴിഞ്ഞു. ഇത് നിങ്ങൾ ആദ്യമേ കാണുമ്പോൾ വലിയ പാടായിട്ടൊക്കെ തോന്നും. ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രം എഴുതുക. താഴത്തെ വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഒരു വര വരയ്ക്കുന്നു, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുന്നു. 2 × 4. ഓക്കെ, ഇവിടെ എങ്ങനെയാ? 4 × 1. 4 × 1 പ്ലസ് 2 × 1. കണ്ടോ? ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. നിങ്ങൾ നോക്കിക്കോ. 15. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 15 3 9 പ്ലസ് 5 5 25. കണ്ടോ? ഇവിടെ നോക്കിയേ, 8 4 പ്ലസ് 2 6/8. ഇവിടെ എത്ര വരും? ഇവിടെ എത്ര വരും? 34/15. കണ്ടോ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളൊന്ന് നോക്കിയേ, ശ്രദ്ധയോടെ നോക്കിയേ. വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഛേദം 2 ഗുണിക്കുക. 5 ഉം 3 കൂടെ ഗുണിച്ച് ഇവിടെ എഴുതുക. ഇത് ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമേ. നിങ്ങൾ എക്സാമിൽ പോയിരിക്കുമ്പോൾ ഇതെല്ലാം ഷോർട്ടാക്കി ഞാൻ തരും. കുറേ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആൻസർ എടുക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ അറിയാത്തൊരു ബേസിക് ആയതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു പോവുക. ആദ്യമേ ഛേദം 2 ഗുണിച്ച് എഴുതുക, ക്രോസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇതിനകത്തൊരു സംശയമില്ലല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. സംശയം അവിടെ ക്ലിയർ ചെയ്യുക. എന്താണെങ്കിലും നമ്മുടെ സപ്പോർട്ട് ഫുൾ ഉണ്ടാവും. ഒന്നുമില്ല, ഛേദം 2 ഗുണിച്ചെഴുതുക, പിന്നെ ക്രോസ് ചെയ്ത് മേളിൽ ഈ ചിഹ്നം നോക്കുക. ഇവിടെ എന്ത് ചിഹ്നമാണോ അതാണ് നമ്മൾ നടുക്ക് കൊടുക്കുന്നത്. വേറെ എല്ലാം ഇൻറ്റു ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, സാറേ ഇത് 2 എണ്ണം ചെയ്യുന്നതല്ലേ, 2 ഭിന്നസംഖ്യയല്ലേ, ഇനി 3 ഭിന്നസംഖ്യ വന്നാൽ എന്ത് ചെയ്യും? അതാണ് കറക്റ്റായിട്ട് പഠിക്കേണ്ടത്. അത് നിങ്ങൾ നോക്കി വെച്ചോ. 3 ഭിന്നസംഖ്യയുടെ കാര്യം നല്ല വ്യക്തമായിട്ട് പഠിച്ചു. അതാണ് ഇനി അങ്ങോട്ട് എക്സാമുകളിലൊക്കെ ചോദിച്ച് കാണുന്നത്. 3 ഭിന്നസംഖ്യ. ബാ, 3ന്റെ കാര്യം ശ്രദ്ധിച്ചോ. 3 ഭിന്നസംഖ്യ വന്നപ്പോൾ ഇവിടെ 2 ഭിന്നസംഖ്യയുടെ ഛേദം തുല്യമാണ്. അപ്പൊ നമ്മൾ തുല്യമായ കാര്യം പഠിച്ചു. ഇനി തുല്യമല്ലാത്ത മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ചെയ്യാൻ നമുക്കറിയാം. 1/2 പ്ലസ് ഇതെങ്ങനെ ചെയ്യും? ഇവിടെ സെയിം ഛേദമല്ലേ, അപ്പൊ ആ 4 തന്നെ കൊടുക്കുക. ഇത് 2 എണ്ണം കൂട്ടി എഴുതുക, 4. ഇപ്പൊ നമുക്ക് എന്തായി? 2 ഭിന്നസംഖ്യയാണ്. ഇത് ചെയ്യാൻ നമുക്കറിയാം. ഇപ്പൊ പഠിച്ച സംഭവം തന്നെ. ഇത് രണ്ടും കൂടെ ഗുണിച്ചെഴുതുക. താഴെ 4 × 2 8. ക്രോസ് ചെയ്യുക. 4 × 1 4 പ്ലസ് 2 × 4 8. 12/8. കണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധയോടെ കേട്ടോ. ഇവിടെ 3 ഭിന്നസംഖ്യ വന്നാൽ ഈ 2 ഭിന്നസംഖ്യ നമ്മൾ സെയിം ഛേദമായതുകൊണ്ട് ആ സെയിം ഛേദം കൊടുത്തിട്ട് ഈ 2 എണ്ണം കൂട്ടി മേളിൽ എഴുതി. ഇത് ഇവിടെ കൊടുത്തു. എന്നിട്ട് 2 ഭിന്നസംഖ്യയുടെ കേസ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് 2 കൂടെ ഗുണിച്ചു, ഇത് ക്രോസ് ചെയ്തു. 4 × 1 4, 2 × 2 8, 12/8. ഓക്കെ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉണ്ടാകും, സാറേ ഈ 4 അല്ല ഇങ്ങനെയല്ല 3 വ്യത്യസ്തമായിട്ട് വന്നാലോ? അത് നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻ താഴെ കിടക്കുന്നു. 3 വ്യത്യസ്തമായിട്ടുള്ള ഛേദം, വ്യത്യസ്തമായിട്ടുള്ള ഡിനോമിനേറ്റർ എന്ത് ചെയ്യും? ഇവിടെയാണ് നിങ്ങൾ സംശയം അടിച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയൊക്കെ ഞങ്ങൾക്ക് അറിയാം സാറേ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ലേ? ഇതാ പോകുന്നു. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഒരു 3 വ്യത്യസ്തമായിട്ടുള്ള ഭിന്നസംഖ്യ കിട്ടിയാൽ നമ്മുടെ രീതിക്ക് പറഞ്ഞുതരാം. LCM ഒക്കെ എടുത്ത് ലസാഗു ഒക്കെ എടുത്താണ് ചെയ്യുന്നത്. ആ രീതി തന്നെയാണ്. അതിന്റെ കുറച്ചുകൂടെ ലഘൂകരിച്ച് എളുപ്പമായ രീതി പറഞ്ഞുതരാം. ഇതില് വലിയ സംഖ്യ, ഛേദത്തിൽ വലിയ സംഖ്യ നോക്കിയേ. ഏതാണ് വലിയ സംഖ്യ? നമുക്ക് നോക്കും പറയാം 4 ആണ്. അപ്പൊ 4ന്റെ ഗുണിതം ഒന്ന് മാറ്റി എഴുതാം. 4 8 12 16 20. ജസ്റ്റ് അത്രയൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാണ്. ഓക്കെ, ബാക്കി 2 സംഖ്യകൾ പോകുന്ന ഇതിൽ ഏത് ഗുണിതമാണ്? 4ൽ പോകുമോ? 3 പോകത്തില്ല, 2 പോകും. 8ൽ പോകുമോ? 3 പോകത്തില്ല. 12ലോ? 12ൽ 3 പോവും, 2 പോവും. അപ്പോൾ 12 ആണ് നമുക്ക് വേണ്ട സംഖ്യ. മനസ്സിലായല്ലോ? വലിയ സംഖ്യ നോക്കുക, വലിയ സംഖ്യയുടെ ഗുണിതങ്ങളൊന്ന് എടുത്തെഴുതുക.
വലിയ സംഖ്യ നോക്കുക, വലിയ സംഖ്യയുടെ ഗുണിതങ്ങളൊന്നും എടുത്ത് എഴുതുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിൽ ബാക്കി സംഖ്യകൾ പോകുന്നത് 3 പോകുന്നത് 12 മാത്രമേ ഉള്ളൂ. 8 പോത്തില്ല, 4 പോത്തില്ല, 2 പോകും. ഈ 2 സംഖ്യയും പോകുന്ന ഒരു മൾട്ടിപ്പിൾ ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അത് ചിലപ്പോൾ ഇവിടെ 20 വരുമ്പോഴായിരിക്കും വരുന്നത്. അതാണ് ഞാൻ അത്ര എഴുതിയത്. അത് ഏതാണെങ്കിലും വലിയ സംഖ്യയുടെ ഒരു 5 അത്രയൊന്നും എടുക്കേണ്ടി വരത്തില്ല. 1, 2, 3 ഒക്കെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും, ഓൾമോസ്റ്റ് കിട്ടും. കിട്ടിയില്ലെങ്കിൽ 5 എടുത്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിന് നമ്മൾ LCM എന്ന് പറയുന്ന ആ ടോപ്പിക് എടുക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ 12 കിട്ടി. ഈ 12 നമുക്ക് വേണ്ടത്. ഇവിടെ എല്ലാം നമ്മൾ 12 ആക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ 12 ആക്കാൻ ഏത് സംഖ്യ കൊണ്ടാണ് ഇൻഡ്യൂ ചെയ്യേണ്ടത്? 3 കൊണ്ട് അല്ലെ? ഈ താഴെ 12 ആക്കണേ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ആ 3 മുകളിലും കൊടുക്കണം. ഈ 3 12 ആകാൻ 4 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ആ 4 മുകളിലും കൊടുക്കണം. ഈ 2 12 ആകാൻ 6 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ഈ 6 മുകളിലും കൊടുക്കണം. ഇപ്പോൾ നമുക്കൊരു മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. 6/12 പ്ലസ് 4/12 പ്ലസ് 3/12. നമ്മൾ ആദ്യമേ പഠിച്ച ഒരു സംഭവം ആയില്ലേ? ഛേദം തുല്യമായില്ലേ? ഛേദം തുല്യമായില്ലേ? ആദ്യമേ പഠിച്ച സംഭവം ഞാൻ പറഞ്ഞില്ലേ? ഛേദം തുല്യമായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടുന്നില്ലല്ലോ. എന്താണ്? സെയിം ഛേദം 12 ഡിനോമിനേറ്റർ. ഇനി നോമിനേറ്റർ മാത്രം നോക്കിയാൽ മതി. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 6 4 10 3 13 കഴിഞ്ഞു. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് ഓക്കെ ആവണം. പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ഓക്കെ ആക്കി പോകണം. നിങ്ങളുടെ ഓരോ ഷെയറും സപ്പോർട്ടും കമന്റ്സും ആണ് എന്നെ മുന്നോട്ട് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി നയിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യുന്ന, എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന, അതിനനുസരിച്ച് ഞാൻ ഇതിൽ അടിപൊളിയായിട്ട് എല്ലാ ടോപ്പിക്കും ഞാൻ ഇതിവിടെ തന്നെ എടുത്തു തരും. നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഇവിടെ 1/2 1/3 1/4 ആയിരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഛേദത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? വലിയ സംഖ്യ ഈ 4 ആയിരുന്നു വലിയ സംഖ്യ. ആ 4ന്റെ ഗുണിതങ്ങൾ ഇങ്ങോട്ട് എഴുതി. 4 8 12 16 20. ഓക്കെ, ഇതിൽ പോകുന്ന ഈ ബാക്കി 2 സംഖ്യകളുണ്ടല്ലോ, 2ഉം 3ഉം, ഇതിൽ ഏത് മൾട്ടിപ്പിളിലാണ് ഇത് പോകുന്നത്? അടങ്ങുന്ന ഘടകങ്ങൾ ഏതാണെന്ന് നോക്കാം. 12ൽ 3ഉം പോകും, 2ഉം പോകും. അതുകൊണ്ട് നമ്മൾ 12 എടുത്തു. 12 ആക്കി. ഛേദമെല്ലാം 12 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡ്യൂ ചെയ്തു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഇൻഡ്യൂ ചെയ്യുന്നത്, ഇവിടെ 3 കൊണ്ടാണ്, ആ 3 മുകളിൽ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കിയാലോ? ഈ സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, ഇതാ അടുത്ത സംഖ്യ വന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. അടുത്ത സംഖ്യ നോക്കിയേ. 3/5 പ്ലസ് 7/10 പ്ലസ് 2/15. ഇതെങ്ങനെ ചെയ്യും? ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഛേദത്തില് ഡിനോമിനേറ്റർ വലിയ സംഖ്യ 5 10 15. ഏതാ വലിയ സംഖ്യ ആയിട്ട് തോന്നുന്നത്? 15 ആണ്. 15ന്റെ ഗുണിതം 15 30 45 60. ഓക്കെ, 15 30 45 60 അത്ര എഴുതിയാൽ മതി. അവിടെ വരെ ആവശ്യം വരുത്തോളൂ. അതിൽ കൂടുതൽ എന്തായാലും പോകത്തില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. എങ്കിലും നോക്കാം. 15 30 നോക്കിയാൽ 30ലെ 10 പോവും 5 പോവും. 15 10 പോകത്തില്ല, അതുകൊണ്ട് അടുത്ത ഗുണിതം എടുത്തു 30. അപ്പൊ 30 10 പോവും 5 പോവുമല്ലോ. 10 × 3 അല്ലേ 30. 5 × 6 ആണ് 30. അതുകൊണ്ട് അത് 2ഉം പോവും. 15ഉം കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 15 30ലോട്ട് മാറ്റണം. എത്ര കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? 2. ഈ 2 മുകളിലും കൊടുത്ത്. 10 30ലേക്ക് ആക്കണം. എത്ര കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? 3. ആ 3 മുകളിലും കൊടുത്ത്. 5 30ലേക്ക് മാറണം. എത്ര ചെയ്യണം? 6. ക്ലിയർ ആയേ? ഇനി നമുക്ക് താണ്ട നോക്കി. ഛേദം എല്ലാം തുല്യമായി. ഛേദം എല്ലാം ഇപ്പൊ 30 ആയി. ഇനി നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെയും 30 ആയി, പ്ലസ് ഇവിടെയും 30 ആയി, പ്ലസ് ഇവിടെയും 30 ആയി. ഇനി അംശം 6 × 3 18, 7 × 3 21, 2 × 2 4. ഇനി എന്ത് ചെയ്യാം? ഇനി ഇത് കൂട്ടി എഴുതിയാൽ മതി. ആൻസർ കിട്ടി. ഇനിയൊന്നും കൂട്ടേണ്ട കാര്യമില്ല. 18 21 4 21 4 25 18 43. 43/30. ഇതാണ് ആൻസർ. കട്ട് ചെയ്യുന്നതൊക്കെ പിന്നെ നമുക്ക് പഠിക്കാം. അതിന് മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കട്ട് ചെയ്യുന്ന കേസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന 3 ആണെങ്കിലും 4 ആണെങ്കിലും 5 ആണെങ്കിലും ഈ ഫ്രാക്ഷനെ നമ്മൾ ചെയ്ത് അഡീഷൻ ചെയ്ത് എത്തിപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതിപ്പോ സാറ് പറഞ്ഞിരിക്കുന്നത് കൂട്ടുന്ന കാര്യം മാത്രമാണ്. ഇനി കുറയ്ക്കുന്ന കാര്യം അല്ലേ? അതല്ലേ ചിന്ത? അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്തുതരാം. പെട്ടെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ പെട്ടെന്ന് വീഡിയോ ഞാൻ എല്ലാ ദിവസവും മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ചെറിയ കാര്യം ഒന്ന് പഠിച്ചു വെച്ചോ. ഇതിനനുസരിച്ചുള്ള സപ്പോർട്ടിനനുസരിച്ച് ഞാൻ പുതിയ വീഡിയോകൾ കുറച്ച് കാര്യങ്ങൾ ചെറിയ മിനിറ്റിൽ നമുക്ക് പഠിച്ചങ്ങ് പോവാം.
ഓക്കെ ആണോ? അങ്ങനെയാണ് സപ്പോർട്ടാണ്. ഒരു വീഡിയോ 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ഒരു ദിവസം വെച്ച് ചടചടയെന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്ത് വിടാം, നിങ്ങളുടെ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്തോട്ടെ, ജസ്റ്റ് അഡീഷൻ മാത്രമേ നമ്മൾ ഇതിൽ പഠിച്ചോളൂ. 2 സംഖ്യ 2 ഭിന്നസംഖ്യ കൂട്ടാൻ 3 ഭിന്നസംഖ്യ സെയിം ആയുള്ള ഭിന്നസംഖ്യ, ഇനി 4 ആണെങ്കിലും 5 ആണെങ്കിലും ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്ത് ഇതിപ്പോൾ 4 വന്നാലും എന്ത് ചെയ്താൽ മതി, ഈ ഛേദം വലിയ സംഖ്യ എടുക്കുക, അതിന്റെ ഗുണിതങ്ങൾ നോക്കുക, അങ്ങനെ വരും, ഉറപ്പായിട്ടും വരും കേട്ടോ, ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പൊ എന്നാ ഇതിന്റെ താഴെ ഒരു ഗ്രൂപ്പ് കൊടുത്തേക്കാം. മാത്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികളും മാത്സ് പഠിക്കാൻ താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ അടിച്ചു. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.